ഹായ് ഹലോ നമസ്കാരം. ദിസ് ഈസ് മീൻ ബി ഹിയർ. മാഗ്നവിഷൻ ടിവിയുടെ താരാപഥം എന്ന പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മായം എന്ന സിനിമയുടെ വിശേഷങ്ങൾ നമ്മളോട് പങ്കുവെക്കാൻ പുതിയ രണ്ട് അതിഥികളാണ്, ഒരു ഹീറോയിനും അങ്കിത ആൻഡ് അരുൺ. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വിശേഷം ഇപ്പം ജൂൺ 7-ാം തീയതി മായമ്മ റിലീസ് ആകുന്നു. അതാണ് ഏറ്റവും വലിയ വിശേഷം, ഏറ്റവും വലിയ പുതിയ വിശേഷം അല്ലേ? അപ്പം മായമ്മ ഒരു എന്താ പറയാ, ഒരു ഭയങ്കര ക്യാച്ചിങ് ആയിട്ടൊരു നെയിമാണ്. എന്താ പറയുക, നമ്മുടെ പഴയ മന്ത്രവാദികളിലൊക്കെ വിളിക്കുന്ന പോലത്തെ ഒരു ശരി അങ്ങനെയാണോ? അങ്ങനേ അല്ല, ഇത്രേ ഉള്ളൂ. അതായത് ഈ ക്യാരക്ടറും ഈ കഥ നടക്കുന്നത് അത്രയും വർഷങ്ങൾക്ക് മുൻപായതുകൊണ്ട് അങ്ങനത്തെ ഒരു പാറ്റേണിൽ പോയി, അത്രേ ഉള്ളൂ. ഹിസ്റ്ററി എന്ന് വെച്ചാൽ ഇറ്റ്സ് ബേസ്ഡ് ഓൺ എ ട്രൂ സ്റ്റോറി. അതായത് ശരിക്കും നടന്ന ഒരു സംഭവം അത് തന്നെ പിന്നെ സിനിമാറ്റിക് രീതിയിൽ മാറ്റി ഒരു കഥയാക്കി ചെയ്യുന്നു. അപ്പം ഇത് നടന്നത് നമ്മുടെ ഈ ഫോണൊക്കെ വരുന്ന കാലഘട്ടത്തിന് മുമ്പാണ്. സോ ഒരു ഫുൾ നേച്ചർ അങ്ങനെയല്ലേ വരും, അത്രേ ഉള്ളൂ. അരുൺ, ഹായ്. ഫസ്റ്റ് ഫിലിമാണ്, ഒരുപാട് എക്സ്പെക്ടേഷൻ ഉണ്ടാവും. എങ്ങനെയുണ്ടായിരുന്നു മായമ്മ? എങ്ങനെയുണ്ടായിരുന്നു മായമ്മ എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാരുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ അങ്ങ് ചെയ്ത് തീർക്കാൻ പറ്റി. എങ്ങനെയായിരുന്നു ഈ മായമ്മയിലേക്ക് എങ്ങനെയാ വന്നത്? ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു 2 സിനിമയായിട്ട്. അപ്പോൾ ആ 2ാമത്തെ സിനിമയിൽ നിന്നാണ് എനിക്ക് ഈ മായമ്മയിലേക്ക് ഓഡിഷന് വേണ്ടിയിട്ട് എന്നെ റെഫർ ചെയ്യുന്നതും അങ്ങനെ ഓഡിഷൻ അറ്റൻഡ് ചെയ്യുന്നതും ഓക്കെ ആവുന്നതും ചെയ്യുന്നതും. അഭിനയമായിരുന്നു മോഹം? അഭിനയം തന്നെയായിരുന്നു. അല്ല, എനിക്ക് തോന്നുന്നു കാരണം എങ്ങനെയും സിനിമ കയറണം ആഗ്രഹിക്കുക, അഭിനയിച്ചാൽ ഫസ്റ്റ് ഐഡിയ ആയിട്ട് കയറുക. അങ്ങനെയല്ല, സിനിമയാണ് എനിക്കിഷ്ടം. അതായത് അഭിനയം മാത്രമല്ല, സിനിമയിൽ എല്ലാ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ഇപ്പം ഞാനിപ്പോൾ മായമ്മയിൽ ചോദിച്ചാലേ അറിയാം. മായമ്മയിൽ ഞാൻ അഭിനയിക്കുക മാത്രമല്ല ചെയ്തിട്ടുള്ളത്, എല്ലാത്തിലും പോയി തലയിടാൻ നോക്കും. കാരണം അത് ഏടിയായിട്ട് നിന്നതിൻ്റെ ഇതാണോന്ന് അറിയില്ല, അതിങ്ങനെ നമ്മളിങ്ങനെ അത് ചെയ്യാൻ തോന്നും നമുക്ക്. അങ്ങനെ അങ്കിത ഇത് 2ാമത്തെ ചിത്രമാണ്, പക്ഷെ മലയാളികൾക്കൊന്നും പ്രിയപ്പെട്ട ഒരാളാണ്, മലയാള പ്രേക്ഷകരുടെ കുടുംബത്തിലെ ഒരാളാണ്. അതെ, പാടത്ത പെങ്കിളി പെങ്കിളിയാണ്. പൈങ്കിളി അല്ല, പാടാത്ത പൈങ്കിളിയെ വെല്ലുവിളിക്കുന്ന പൈങ്കിളിയാണ്. പൈങ്കിളിയൊന്നും പറയാൻ പറ്റില്ല അതിനകത്ത്. പക്ഷെ എനിക്ക് പല ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ഒറ്റ ഒരു ക്യാരക്ടറിൽ എനിക്ക് ചെയ്യാൻ പറ്റി. അത് ആദ്യം കാമുകിയായി വന്നു, പിന്നെ ദിവില്ലത്തിയായി, അങ്ങനെ കുറെ ഇത്. അപ്പം ആക്ടിങ് വൈസ് എനിക്ക് എന്റെ ബെസ്റ്റ് അവിടെ പ്രൂവ് ചെയ്യാൻ പറ്റി. അതുകൊണ്ടായിരിക്കും മേ ബി അതിന്റെ സിനിമയിലോട്ട് വന്നത്. ശരിക്കും അഭിനയം നോക്കുമ്പോൾ സിനിമയാണോ നല്ല തോന്നുന്നത്, സീരിയലാണോ നല്ല തോന്നുന്നത്? ആക്ടിങ് വൈസ് പറയുകയാണെങ്കിൽ രണ്ടും ഡിഫറെന്റ് ആണ്, പക്ഷെ ഈസി സിനിമയാണ്. എല്ലാരും പറയുന്നത് സീരിയലാണ് പാടുന്നൊക്കെ ഉള്ളത്. സീരിയൽ സീരിയൽ എന്ന് പറയുമ്പോൾ ഒരു ലിമിറ്റഡ് ഫ്രെയിമാണ്. അപ്പം നമ്മൾ ഇപ്പോൾ ഇവിടെ ക്യാമറ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഏരിയ മാത്രമേ നമ്മൾ അഭിനയിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പം നമ്മൾ അതുകൊണ്ടാണ് കൂടുതൽ ഫേസിൽ എക്സ്പ്രഷൻസ് അവർ പ്രിഫർ ചെയ്യുന്നത്. സിനിമ അങ്ങനെയല്ല, നമുക്ക് നോർമലി ബിഹേവ് ചെയ്താൽ മതി. സിനിമ ഭയങ്കര ഈസിയാണ്. കരിയർ വൈസ് ഒരു പോയിന്റ് വരുവാണ്, സീരിയൽ വേണോ സിനിമ വേണോ എന്ന് വന്നാൽ എന്ത് ചൂസ് ചെയ്യും? അതുകൊണ്ടാണല്ലോ ഇപ്പം സീരിയൽ ഇട്ടിട്ട് ഇപ്പൊ സിനിമ എടുത്തത്. പോയിന്റ് ഓൾറെഡി ചൂസ് ചെയ്തു. ബട്ട് ഇറ്റ്സ് എന്താ പറയുക, റിസ്കി ബിസിനസ് എന്ന് പറയുന്ന പോലെയാണ്. അത് നടക്കൂല, ഇച്ചിരി ഡിഫിക്കൽട്ട് ആണ്. അപ്പൊ നോർമലി പറയും എനിക്ക് ഇച്ചിരി ഫെയിം ആവുക, ഇച്ചിരി പോപ്പുലർ ആവുക, അല്ലെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് സിനിമയാണ് ഇച്ചിരൂടെ, സീരിയൽ ആവുന്നുണ്ട് അത് ഇച്ചിരി ഫാമിലി ഓഡിയൻസിലായിരിക്കും. ബാക്കി കുറെ കൂടെ സിനിമയാണ് എല്ലാവരും ചൂസ് ചെയ്യുന്നത്. ഒരു അവസരം വരുമ്പോ സിനിമ തന്നെ ചൂസ് ചെയ്യുമോ? അല്ല, ഈ റീച്ചിന്റെ കാര്യം പറയുകയാണെങ്കിൽ സിനിമ നമ്മൾ വലിയൊരു ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ ആൾക്കാർക്ക് അറിയൂ, അല്ലെങ്കിൽ ആരും അറിയാൻ പോകുന്നില്ല. അതിലും വെച്ച് കമ്പയർ ചെയ്യുവാണെങ്കിൽ സീരിയൽ തന്നെയാണ് 100 times ബെറ്റർ. ഏഷ്യാനെറ്റിലെ ഒരു സീരിയൽ മതി. അതെ, സിനിമ അതാണ് ഞാൻ പറഞ്ഞത്. ഒന്നെങ്കിൽ നമ്മൾ ആ ഒരു ടോപ്പ് ലെവലിൽ എത്തണം, എന്നാലേ ആൾക്കാർ തിരിച്ചറിയൂ. ഇപ്പം ന്യൂ കമേഴ്സ് ആയിട്ടുള്ള എത്രയോ ആർട്ടിസ്റ്റ് ഉണ്ട്, ചെറിയ ചെറിയ പടങ്ങൾ ചെയ്യുന്ന ഇങ്ങനെ. അതൊക്കെ ഒരു ടൈം എടുക്കും എത്താൻ. അപ്പൊ എല്ലാരും പറയാറുണ്ട്, രണ്ടുപേരോട് എല്ലാരും പറയാറുണ്ട്, സിനിമ അല്ലെങ്കിൽ സീരിയൽ എന്ന് പറയുമ്പോൾ കരിയർ എന്ന് പറഞ്ഞാൽ ചൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു പാഷൻ ലെവലിൽ ചെയ്ത് അങ്ങനെ പോവാം. പക്ഷെ ഒരു ഫൈനാൻസ് എന്ന ലെവലിൽ പിടിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ജോബ് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ പുറത്ത് പറയുമ്പോൾ സിനിമയിലാണോ സീരിയലാണോ വേറെ ജോലിയൊന്നുമില്ലേ, അങ്ങനത്തെ ഒരു ടോക്ക് ഉണ്ടാവില്ല. അങ്ങനത്തെ എപ്പോഴും വന്നിട്ടുണ്ടോ? എന്റെ കാര്യത്തിൽ അങ്ങനെ പ്രശ്നം ഇല്ല. കാരണം എൻ്റെ വീട്ടിലുള്ള എൻ്റെ പേരൻസ് എൻ്റെ ഡിസിഷൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന അച്ഛനമ്മയാണ്. അവരെന്തെങ്കിലും പറയും, പക്ഷെ ഓക്കെ അവൾ ആലോചിച്ചും കണ്ടിട്ട് എന്തും ചെയ്യും എന്നുള്ളൊരു കോൺഫിഡൻസ് അവർക്കുണ്ട്. കാരണം ഞാൻ ജോബ് റിസൈൻ ചെയ്തിട്ടാണ് സീരിയലിലോട്ട് പോയത്. ഭയങ്കര റിസ്ക് ആയിരുന്നു. ചോദിച്ചു വേണോ
ഞാൻ പറഞ്ഞ ഓക്കെ നോക്കാം. അത് പിന്നെ പോയപ്പം ഓക്കെ കുഴപ്പമില്ല, കുറച്ചൊന്ന് ക്ലച്ച് പിടിച്ചു. അത് കഴിഞ്ഞ് സത്യം പറഞ്ഞാൽ സീരിയൽ ഇപ്പോൾ വിട്ടിട്ട് സിനിമ ചെയ്യുമ്പോഴും വീട്ടിൽ കുറേ നാൾ ഇരുന്നു. പക്ഷെ അല്ലാതെ പ്രൊമോഷൻസും കാര്യങ്ങളും ഇനോഗ്രേഷൻസും മാത്രം വെച്ചുകൊണ്ടാണ് ഇപ്പൊ ഇത്രയും നാള് ജീവിച്ചു പോയത്. ഇനി അങ്ങോട്ട് സിനിമകൾ അങ്ങോട്ട് കിട്ടട്ടെ അല്ലേ? കിട്ടട്ടെ, അതെ. അപ്പം നോർമൽ ജോബ് റിസൈൻ ചെയ്ത് പറയും. അപ്പൊ നമ്മുടെ പാഷൻ നമ്മളെ ഒരുപാട് ആഗ്രഹിച്ച് നമ്മൾ എന്താ പറയാ ഒരു കുറെ നാള് വർക്ക് ചെയ്തിട്ട് പെട്ടെന്ന് അത് മാറിയിട്ട് ഇതാണ് എന്റെ പാഷൻ റിയലൈസ് ചെയ്ത് ക്വിറ്റ് ചെയ്ത് അതിന്റെ പറയുമ്പോ ഉറപ്പായിട്ടും സ്ട്രഗിളിംഗ് എന്ന് പറയുന്നത് നല്ല രീതിയിൽ ഉണ്ടാവും. എപ്പോഴെങ്കിലും ഏതെങ്കിലും പോയിന്റില് അയ്യോ വേണ്ടായിരുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ ഇതായിരുന്നു എന്റെ ഏറ്റവും വലിയ ഡ്രീം. ഇത് തന്നെയായിരുന്നു അഭിനയം. കുഞ്ഞുനാൾ മുതലേ ഞാൻ ആക്ട്രസ് എന്താണെന്ന് അറിയില്ല, പക്ഷെ ഈ ടി വിയിൽ പാട്ടൊക്കെ കാണുമ്പോൾ അതുപോലെ എനിക്ക് ആവണം എന്നായിരുന്നു ആദ്യം. പിന്നെ ആക്ടിങ് ആണ്, സിനിമയാണ്, എന്താണ് പഠിച്ചു വന്നപ്പം സിനിമയാണ് എല്ലാം. സിനിമ തന്നെയാണ്. ബ്രോ ഒരു AD ആയിട്ട് വർക്ക് ചെയ്താന്ന് പറയും. ADയുടെ ഞാനും രണ്ട് പടത്തിൽ AD ആയിട്ട് വർക്ക് ചെയ്താ. അപ്പൊ അറിയാം അതിനകത്ത് എന്താ പാടെന്നുള്ള അറിയാം. അപ്പം നോർമലി നമ്മൾ നമ്മുടെ പാഷന് വേണ്ടി വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൂടുതൽ നമുക്ക് നമ്മുടെ ഇഷ്ടമാണ്. അതിപ്പോ പട്ടിണി കിടന്നാലും ശരി, എത്ര ആയാലും നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യും. പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ കെയർ ചെയ്യുന്നത് നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നവരായിരിക്കും. അതിപ്പോ ഒരു ഫൈനാൻസ് എന്ന് പറയുന്നത് എപ്പോഴും ഇത് തന്നെയാണ്. അപ്പോൾ ഒരു സിനിമയിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ ഉടനെ ഒന്നും പൈസ കിട്ടില്ല. അതിന്റെ വർക്ക് കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ കിട്ടുന്നത്. മുഴുവൻ ഷെഡ്യൂളും കഴിഞ്ഞിട്ടേ നമുക്ക് കിട്ടത്തുള്ളൂ ചിലപ്പോൾ. അപ്പോൾ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? നമ്മുടെ പാഷന് പറയാൻ പോകുമ്പോൾ നമ്മൾ ഡിപ്പെൻഡ് ചെയ്തവരെ എങ്ങനെയാണ്? എനിക്ക് എൻ്റെ പേരൻസിന് 100 കൈ കൊണ്ട് ഞാൻ തൊഴണം. കാരണം പേരൻസ് ഇന്ന് വരുമ്പോഴടക്കം എനിക്ക് 500 രൂപ എൻ്റെ പോക്കറ്റിൽ ഇട്ടിട്ടാണ് നീ പോയിട്ട് വാ എന്ന് പറഞ്ഞത്. കാരണം അവരാണ് എൻ്റെ പേരൻസാണ് എനിക്ക് ഏറ്റവും വലിയ സപ്പോർട്ട്. അത് തന്നെയാണ് എൻ്റെ ശക്തി. പക്ഷേ ഞാൻ ഇനി നല്ല വേഷങ്ങൾ ചെയ്യാൻ പറ്റിയെങ്കിൽ മാത്രമേ എനിക്കിതിന് ഒരു റിസൾട്ട് അവർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് ഇപ്പോൾ ഫിനാൻഷ്യലി കുറച്ച് മോശമാണെങ്കിലും ഭാവിയിൽ ശരിയാവും എന്ന് വിചാരിക്കുന്നു. അല്ലേ, കഷ്ടപ്പെട്ടാൽ തന്നെ റിസൾട്ട് എന്തായാലും കിട്ടുമല്ലോ അല്ലേ? നമ്മള് ഒന്നാലോചിക്കാം, നമ്മള് എത്ര വർക്ക് ചെയ്തിട്ട് ഒരു 60-100 ദിവസം വർക്ക് ചെയ്തിട്ട് നമ്മുടെ അധ്വാനം വലിയ സ്ക്രീനിൽ കാണുമ്പോണ്ടാകുന്നൊരു ഫീലിംഗ് അല്ലേ? ഭയങ്കര ഫീൽ. ആക്ച്വലി നമ്മുടെ മൂവിയുടെ ട്രെയിലർ ടെർബോയിന്റെ ഇന്റർവെൽ ടൈമിൽ പ്ലേ ചെയ്യുന്നത് അത് പോയി കണ്ടുതന്നെ ഞാൻ കരഞ്ഞു. ആ ഒരു എൻ്റെ ഒരു ക്ലോസ് ഷോട്ട് കണ്ടപ്പോൾ തന്നെ ഞാൻ അറിയാണ്ട് കണ്ണു നിറഞ്ഞു പോയി. സോ അതാണ് ആ ഫീലിംഗ്. അപ്പൊ ഇനി സിനിമ കാണാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. അങ്കിത, അപ്പം ഇപ്പൊ സീരിയലുകൾ ചെയ്യുന്നവരും അതിപ്പോ നമ്മുടെ കരിയർ വൈസ് നല്ലൊരു ചൂസ് ചെയ്താണ് റൈറ്റ് വേയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ സിനിമയിലെ സീരിയലിലെ കഥാപാത്രം പറഞ്ഞു, ആദ്യം കാമുകിയായി വന്നു, പിന്നെ വില്ലിയായി വന്നു, പിന്നെ അത് ഒരേ സെറ്റ് തന്നെ അല്ലെങ്കിൽ ഒരേ ഇതിൽ തന്നെ ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് റോൾ ചെയ്യാൻ പറ്റി. ഈ സിനിമയിലെ കഥാപാത്രം അങ്ങനത്തെ ടൈപ്പ് കഥാപാത്രമാണ്. ഇതും കുറെ സിറ്റുവേഷൻസിലൂടെയാണ് കടന്നു പോകുന്നത്. ഒരു എമോഷണൽ ഡ്രാമ ആയിട്ട് തന്നെ വേണമെങ്കിൽ എനിക്കത് പറയാൻ പറ്റും. കാരണം ആദ്യം ഒരു പാവം കുട്ടിയായിട്ട് വന്നു, പിന്നെ കുറെ സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുമ്പം ലാസ്റ്റിൽ ബോൾഡ് ആവുന്ന ഒരു ക്യാരക്ടറാണ്. ഒരു സ്ത്രീ എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി എനിക്ക് തോന്നുന്നു സെൻസിറ്റീവ് ആയിട്ടുള്ള സ്ത്രീകൾക്ക് കുറെ അനുഭവങ്ങൾ വരുമ്പോഴാണ്. എന്റെ മലയാളം ഇച്ചിരി പ്രശ്നമാണ്. അത് കുഴപ്പമില്ല, അറിയാവുന്ന മലയാളം ബാംഗ്ലൂർ ബേസ്ഡ് ആയിരുന്നു. അതാണ് കന്നഡ. അത് പറ. അല്ല, അതുകൊണ്ട് വെച്ചിട്ട് മലയാളം പറഞ്ഞ് ചിലപ്പോ ഞാൻ വിചാരിക്കുന്ന സാധനമല്ല വായിന്ന് വരുന്നത്. അതാണ് പ്രശ്നം. അപ്പം ഞാൻ എവിടെ പറഞ്ഞത്? അനുഭവങ്ങൾ വരുമ്പോഴാണല്ലോ മാറുന്നത്. സോ അങ്ങനെ ഓരോ സ്റ്റേജസിൽ കൂടെ വന്ന് ഇപ്പൊ ഇവര് തമ്മിൽ ആദ്യം ഇഷ്ടപ്പെടുന്നു. ക്യാരക്ടേഴ്സ് മായമ്മ ജയന്തൻ ഇവർ ഇഷ്ടപ്പെടുന്നു, ഇവർ ഒളിച്ചോടുന്നു, വേറൊരു സ്ഥലത്ത് പോകുന്നു. അപ്പൊ അവിടെ കുറെ ഇല്ലല്ല സംഭവങ്ങൾ അങ്ങനെയാണ് വരുന്നത്. കഥയുടെ ത്രെഡാണ്. അപ്പം ഒറ്റപ്പെട്ടു പോകുന്ന സിറ്റുവേഷൻസ് കുറെ വരും. അപ്പൊ ഓരോ സിറ്റുവേഷൻസിലൂടെ ഈ ധൈര്യം കൂട്ടി സംഭരിച്ച് ബോൾഡ് ആവുന്ന ഒരു ക്യാരക്ടറാണ്. ശരിക്കും പറയാം, ഈ സബ്ജക്ട് എങ്ങനെ ഒരു എന്താ പറയാ ഏത് ജോണർ പെടുത്താൻ പറ്റും? നമുക്കൊരു ഫാമിലി ഡ്രാമയാണ്, പീരിയോഡിക് ഡ്രാമ. പഴയ കാലഘട്ടത്തെ ഓർമ്മപ്പെടുത്തുന്ന ഒരു പീരിയോഡിക് ഡ്രാമ. ഈ സിനിമയിലെ മറ്റ് പ്രധാന കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? ചീത്തമ്മി സാറുണ്ട്, എൻ്റെ അച്ഛനായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ പൂജപ്പുര രാധാകൃഷ്ണൻ, നമ്മുടെ കൃഷ്ണപ്രസാദ് ചേട്ടൻ, ജയൻ ചേർത്തല, ഇന്ദുലേഖ ചേച്ചി, ഒരു വലിയ കാസ്റ്റ് തന്നെ ഉണ്ട്. ഒരുപാട് സീനിയർ ആർട്ടിസ്റ്റുകളുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു അവരെന്ന് പറയാൻ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഇത്രയും പടങ്ങൾ, ഒരുപാട് നാടകങ്ങളായാലും ശരി, സീരിയലായാലും ശരി, സിനിമയായാലും ശരി, ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളവരാണ് അവർക്ക്. എങ്ങനെ ഉണ്ടായിരുന്നു അവരുടെ ഒരു എക്സ്പീരിയൻസ്? ഭയങ്കര സപ്പോർട്ടായിരുന്നു കേട്ടോ, ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഓരോ സീനിലും നമ്മളെ നമുക്ക് വിട്ടു തന്നിരിക്കാം. വിജയ് തമ്പി സാറിന്റെ കൂടെ ആണെങ്കിലും ഭയങ്കര എമോഷണൽ ആയിട്ടുള്ള സീനൊക്കെ ഞാൻ അഭിനയിച്ചു. ഞാൻ എന്നിട്ട് സാറിനോട് ചോദിച്ചു, സാർ ഇത് ഓക്കെ ആണോ? സാർ ഞാൻ ഒന്നുമില്ല ചെയ്തു, ഭയങ്കര ഫസ്റ്റ് ഒരു ടേക്ക് കഴിഞ്ഞാൽ റീഷൂട്ട് പിന്നെയും പോയി. അപ്പൊ ഞാൻ സാറിനോട് ചോദിച്ചു, സാർ ഇത് ഓക്കെ ആണോ? എന്തിനാ, കുഴപ്പമില്ല, ഓക്കെ ഡൺ.
ആ ഒരു കോൺഫിഡൻസ് ആയിരുന്നു ശരിക്കും. നന്നായി ചെയ്തു തോന്നുന്നു. ബ്രോ ഒരു ഏരിയ ആയിട്ട് വർക്ക് ചെയ്യാൻ നമ്മൾ ക്യാമറക്ക് പിറകിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ 24 മണിക്കൂർ ഓടാൻ നമ്മൾ റെഡി ആയിരിക്കും ഫുൾ എനർജിയിൽ. പക്ഷെ ആക്ടിങ്ങിലേക്ക് വരുമ്പോൾ ക്യാമറക്ക് ഫ്രണ്ടിലാണ്. നല്ല മാറ്റം ഉണ്ടായിരുന്നു. ക്യാമറയ്ക്ക് ഫ്രണ്ടിലോട്ട് വരുന്നപ്പോഴാണ് ഇവിടെ ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുന്ന ആളുടെ ടെൻഷനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ബുദ്ധിമുട്ട് നമ്മൾ അനുഭവിക്കുന്നത്. അപ്പോഴാണ് നമ്മൾ റിയലൈസ് ചെയ്യുന്നത് ബാക്കിൽ ഇരുന്നിട്ട് ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്ന പോലെ അല്ല ഫ്രണ്ടിൽ വന്നപ്പോൾ എന്നുള്ളത്. ഒരുപക്ഷെ ഫസ്റ്റ് ടൈം ആയതുകൊണ്ടായിരിക്കാം എനിക്ക് അങ്ങനെയൊക്കെ തോന്നിയത്. വെള്ളം കുടിച്ച അത്യാവശ്യം. അപ്പൊ സിനിമ തന്നെ നമ്മൾ ഒരുപാട് ഡ്രീം ചെയ്ത് നടക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചാൽ അത് നമ്മളെ തിരിച്ചാഗ്രഹിക്കുന്നു പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു മൊമെന്റിലായിരിക്കും നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ലൈഫിൽ എങ്ങനത്തെ ടൈപ്പ് ഫിലിം ചെയ്യണം? നമ്മൾ എല്ലാവരും സിനിമ ആഗ്രഹിക്കുമ്പോൾ ഇന്നോട് വർക്ക് ചെയ്യണം, ഒരു തവണ ജസ്റ്റ് പാസിംഗ് റോൾ ആയിപ്പോലും കുഴപ്പമില്ല എന്ന് ആഗ്രഹിക്കുന്നുണ്ടാവുമല്ലോ. അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? മമ്മൂക്ക. എനിക്ക് രാജമൗലി സാറിന് കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. തീർച്ചയായും വർക്ക് ചെയ്യാതെ കാരണം അത്രയും ആഴ്ച നമ്മൾ പിടിക്കണം. മമ്മൂക്ക ഫാനാണോ? ഡൈഹാർഡ് ഫാനാണ്. എങ്ങനെയാണ് ആ ഒരു മൊമെന്റ്? എന്താണ് ലൈഫില് മൊമെന്റ്? എനിക്ക് അങ്ങനെയില്ല. എനിക്കൊരു സിനിമ ചെയ്യണം, അറിയപ്പെടുന്ന ഒരു സിനിമയിൽ മമ്മൂക്കയുടെ കൂടെ ഒന്ന് അഭിനയിച്ചാൽ മതി. ദുൽഖറിനെ ഇഷ്ടമാണ്. ഇപ്പൊ നായകന്മാരുടെ കൂടെ അഭിനയിക്കണം എന്ന് ചോദിച്ചാൽ ദുൽഖറിനെ പറയും. പക്ഷെ മമ്മൂക്ക ഉയരാണ്. അപ്പം കരിയർ വൈസ് നമുക്ക് സീരിയലും ഉണ്ട്, സിനിമയുണ്ട്. ബട്ട് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ നമ്മൾ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏതെങ്കിലും ഒരു പോയിന്റില് ചെയ്തത് എന്താ പറയാ, നമുക്ക് ഏതെങ്കിലും ഒരു പോയിന്റ് നമുക്ക് തോന്നുമല്ലോ ഇത്രയും എഫേർട്ട് ഇട്ടിട്ട് നമുക്ക് ആ റിസൾട്ട് കിട്ടുന്നില്ലല്ലോ എന്ന് തോന്നിക്കഴിഞ്ഞാൽ അങ്ങനത്തെ മൊമെന്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ? മൊമെന്റ് ഞാൻ ആക്ച്വലി പ്രാക്ടിക്കൽ ആയിട്ടാണ് ചിന്തിക്കുന്നത്. കാരണം ഈ ഒരു ഫീൽഡ്, ഈ എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രി തന്നെ ഒരിക്കലും സ്റ്റാഗ്നന്റ് അല്ല. അതിങ്ങനെ മാറി മറിഞ്ഞൊക്കെ ഇങ്ങനെ ഇരിക്കും. ചിലപ്പോൾ ഒന്നും ആവില്ല. അപ്പൊ ആ ഒരു മൈൻഡിൽ ഫ്രീ ആയിട്ട് നിൽക്കാൻ പറ്റുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ ജീവിച്ചു പോകാൻ പറ്റൂ, സർവൈവ് ചെയ്യാൻ പറ്റൂ. അപ്പം ഞാനൊരു MBA ഗ്രാജുവേറ്റ് ആണ്, 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ഇതൊന്നും നടന്നെങ്കിൽ തിരിച്ചു വല്ല ജോലിക്ക് പോകും. അത്രേ ഉള്ളൂ. ലൈഫ് ഈസി ആയിട്ട് ഇല്ലെങ്കിൽ പിന്നെ ടെൻഷൻ ആവില്ലോ, നമ്മൾ തന്നെ ഫ്രസ്ട്രേറ്റഡ് ആവില്ല. അയ്യോ ഒന്നും ശരിയാവുന്നില്ല, കിട്ടുന്നില്ല. ഇടയ്ക്ക് എങ്ങനെ ഒരു പോയിന്റ് വന്നത്, ഒരു മാസം ഞാൻ ഇരുന്നപ്പോൾ തന്നെ ഞാൻ മനസ്സിലാക്കി, ദൈവമേ ഞാൻ എന്ത് ചെയ്യും? കാരണം സീരിയലിലെ ക്യാരക്ടേഴ്സ് ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. റേറ്റിംഗ് അനുസരിച്ചാണ് അവർ കഥ മാറ്റുന്നത്. സോ അങ്ങനെ വന്നപ്പോൾ എനിക്ക് ഒരു മാസം ഷൂട്ടില്ലായിരുന്നു. അന്ന് ഞാൻ തിരിച്ചറിഞ്ഞു, ദൈവമേ എന്ത് ചെയ്യും? അപ്പൊ പിന്നെ ഞാൻ ചിന്തിച്ചെടുത്തു, ഓക്കെ ഫൈൻ, വേണ്ട, ഇങ്ങനെ ടെൻഷൻ അടിച്ചോണ്ടിരുന്ന ഒന്നും നേടാൻ പോകുന്നില്ല. അപ്പൊ ഒന്നും ഇല്ലെങ്കിൽ തിരിച്ച് ജോലിക്ക് വരാം. അത്രേ ഉള്ളൂ. അത് നല്ലൊരു കാര്യം കേട്ടോ. കാരണം നോർമലി എല്ലാവരും ഡൗൺ ആയി കഴിഞ്ഞു കഴിഞ്ഞാല് എനിക്ക് ഇനി മുന്നോട്ടില്ല, അല്ലെങ്കിൽ എന്നാ പിന്നെ ഞാൻ ഈ ഫീൽഡിലോട്ടേ നോക്കുന്നില്ല. ബാക്കിയുള്ളവരെന്ന് പറഞ്ഞാൽ താൻ നല്ലൊരു തീരുമാനം കേട്ടോ. ആദ്യം വരെ അങ്ങനെ പറയുന്നത് കേട്ടിട്ടില്ല ഞാൻ.